ജപ്തി നടപടികൾക്കിടെ വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്കിനും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. നടപടിക്ക് നേതൃത്വം നൽകിയ ബാങ്ക് ജീവനക്കാരി ഷീബയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതായാണ് ആരോപണം. പെട്രോൾ കയ്യിലെടുത്ത് പിടിക്കുകയാണ് ചെയ്തതെന്നും പോലീസ് പിടിച്ചപ്പോഴാണ് ദേഹത്ത് പെട്രോൾ വീണതെന്നും ഷീബയെ രക്ഷിക്കാൻ പോലീസിന്റെ സഹായം ലഭിച്ചില്ലെന്നും കുടുംബം കുറ്റപ്പെടുത്തുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടം ആശാരിക്കണ്ടത്തുള്ള വീടും 13 സെന്റ് സ്ഥലവും 2017 ഷീബയും കുടുംബവും വാങ്ങിയത്. മുൻ ഉടമയായ ജോസഫ് ആന്റണിയുടെ മകന്റെ പേരിലാണ് സ്ഥലം. ഈ സ്ഥലം പണയപ്പെടുത്തി 25 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും വായ്പയെടുത്തിരുന്നു. വായ്പ നിലനിർത്തി സ്ഥലം നവജ്യോതി എന്നയാൾക്ക് വിൽക്കുകയും ഇവരിൽ നിന്ന് 41 ലക്ഷം രൂപയ്ക്ക് ഷീബയുടെ കുടുംബം വാങ്ങുകയുമായിരുന്നു. വായ്പയിൽ 15 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നായിരുന്നു കരാർ. ഷീബയുടെ കുടുംബത്തിനുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് കോടതിയെ സമീപിച്ച് ജപ്തി ഉത്തരവ് സമ്പാദിച്ചു. ജപ്തി നടപടികൾക്കായി എത്തിയപ്പോഴാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. 5 സെന്റിന്റെ പട്ടയം മമ്മി മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത്. നിലവിൽ 15 ലക്ഷം രൂപ ലോണ് 15 വർഷത്തെ സാവകാശം ഉണ്ടെന്നും പറഞ്ഞാണ് ഞങ്ങൾക്കിത് രജിസ്റ്റർ ചെയ്ത് തരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തന്നു. നവജ്യോതിയിൽ നിന്ന് ഞങ്ങൾ ഇത് വാങ്ങി. പിന്നെ ഇത് കേസായി ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതറിയുന്നത്. ഇത്ര വർഷം മുന്നേ ഇത് ലോൺ എടുക്കാനും ആ ലോണുള്ള സ്ഥലം നവജ്യോതിക്ക് വിറ്റു. നവജ്യോതി അത് ഞങ്ങൾക്ക് വിറ്റു. വാക്കായി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ ഈ ജോസഫ് ആന്റണി എന്ന് പറഞ്ഞ വ്യക്തി ട്രാപ്പിൽ പെടുത്തിയതാണ്. ജോസഫ് ആന്റണിയുടെ പേരിലല്ല ഈ സ്ഥലം ഓൾറെഡി മുന്നാധാരത്തിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനായ സാനിയ ജോസഫിന്റെ പേരിലാണ്. അയാള് എങ്ങനെ ഈ ലോൺ കിടക്കുന്ന ജോസഫ് ആന്റണിയുടെ പേരിൽ ഇത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പെട്രോൾ കയ്യിലെടുത്ത് ഭീഷണി മുഴക്കിയപ്പോൾ പിടിച്ചുമാറ്റാൻ നിർദ്ദേശിച്ചത് ബാങ്ക് ജീവനക്കാരിയാണ്. പോലീസ് പിടിച്ചപ്പോഴാണ് പെട്രോൾ ദേഹത്ത് വീണതെന്നും ഇവർ ആരോപിക്കുന്നു. അടപ്പ് തുറന്നു സത്യം ഞാൻ കണ്ടോണ്ടിരിക്കും. അമ്മ ഇങ്ങനെ അടപ്പ് തുറന്ന് കുപ്പി ഇങ്ങനെ പിടിച്ചു. അന്നേരം ഈ സാറും ആ വുമണും ആ പോലീസ് ലേഡിയും കൂടെ വന്ന് അമ്മേനെ വലിച്ചു. അപ്പം ഓട്ടോമാറ്റിക് പ്ലാസ്റ്റിക് കുപ്പിയാണ്. ആ പെട്രോൾ ഇങ്ങനെ തെറിച്ചു. ഇവർ രണ്ടുപേരുടെ അമ്മയുടെ 2 കൈയും പിടിച്ച് അമ്മേനെ വലിച്ചു. ആ സ്റ്റോർ റൂമിൻ്റെ അവിടെ നിന്ന് ആ ടാപ്പിൻ്റെയും ഫ്രിഡ്ജിൻ്റെ ഇടയും വരെ അമ്മേനെ നിലത്തിൽ കൂടെ ആ പെട്രോൾ വീണ അമ്മേനെ നിലത്തിൽ കൂടെ വലിച്ചുകൊണ്ട് വന്നു. അത് വിട്ടാൽ പോരായിരുന്നു. അവരത് വലിച്ചില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്കൊന്നും പറ്റില്ലായിരുന്നു. അമ്മ ആത്മഹത്യ ചെയ്യില്ല. ഈ പിടിവലിക്കിടയ്ക്ക് സംഭവിച്ചതാണ്. അമ്മ സ്വയരക്ഷയ്ക്ക് വേണ്ടി അമ്മ ഓർത്ത് കാണും. ആ പെട്രോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരിട്ടിട്ട് പോകും. അമ്മ ഓർത്ത് കാണും. തീ കത്തിയതിനു ശേഷം രക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ബാങ്ക് ജീവനക്കാരും പോലീസും രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നും കുടുംബം ആരോപിച്ചു. നിയമ നടപടികൾ പാലിച്ചാണ് ജപ്തി നടത്തിയതെന്നും ഇവരുടെ പേരിൽ വായ്പയില്ലെന്നുമാണ് ബാങ്കിന്റെ വിശദീകരണം. ന്യൂസ് 18 ഇടുക്കി.